നമസ്കാരം. കാഷായ വേഷധാരികൾ പൂജ ചെയ്ത് സമർപ്പിച്ച ചെങ്കോൽ ഒരു ചക്രവർത്തിയെ പോലെ ഏറ്റുവാങ്ങി പാർലമെന്റിനകത്ത് സ്ഥാപിച്ച നരേന്ദ്രമോദിയോട് ഇവിടെ പുലരുന്നത് ജനാധിപത്യമാണ്, രാജവാഴ്ചയല്ല എന്ന് ഓർമ്മപ്പെടുത്തി സഭാധ്യക്ഷനായ സ്പീക്കറോട് ആ സാധനമെടുത്ത് ദൂരെ കളയാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് പ്രതിപക്ഷം. ഏറെ സവിശേഷതകളോടെ പണി കഴിപ്പിച്ച പുതിയ പാർലമെന്റ് മന്ദിരത്തിലാണ് 18ാമത് ലോക്സഭയുടെ ആദ്യ സമ്മേളനം ചേർന്നിരിക്കുന്നത്. സ്പീക്കറുടെ കസേരയ്ക്ക് സമീപം സ്ഥാപിച്ച ചെങ്കോലാണ് പുതിയ ലോക്സഭാ ഹാളിനെ പഴയ പാർലമെന്റ് മന്ദിരത്തിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന പ്രധാന ഘടകം. അതേസമയം ചെങ്കോലിന്റെ പേരിൽ നേരത്തെ തുടങ്ങിയ വാദപ്രതിവാദങ്ങൾ ഇപ്പോൾ ഭരണ പ്രതിപക്ഷ പാർട്ടികൾക്കിടയിൽ ചൂടുള്ള വിവാദമായിരിക്കുകയാണ്. ജനാധിപത്യത്തിൽ അതിന്റെ പ്രസക്തിയെ ചോദ്യം ചെയ്യുന്ന നടപടിയാണ് ചെങ്കോൽ സ്ഥാപിച്ചതിലൂടെ കേന്ദ്ര സർക്കാർ ചെയ്യുന്നതെന്ന് പ്രതിപക്ഷം ആരോപിക്കുമ്പോൾ പ്രതിപക്ഷം ഇന്ത്യൻ സംസ്കാരത്തെ അവഹേളിക്കുകയാണെന്നാണ് BJP തിരിച്ചടിക്കുന്നത്. സമാജ്വാദി പാർട്ടി MP RK ചൗധരി സ്പീക്കർ ഓം ബിർളയ്ക്ക് അയച്ച കത്താണ് ചെങ്കോലിനെ കുറിച്ചുള്ള പുതിയ ചർച്ചകൾക്ക് തുടക്കമിട്ടത്. ചെങ്കോലിന് പകരം ഭരണഘടനയുടെ പകർപ്പ് സ്പീക്കറുടെ കസേരയ്ക്ക് മുന്നിൽ സ്ഥാപിക്കണമെന്നാണ് മോഹൻലാൽഗഞ്ചിൽ നിന്നുള്ള MP ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഭരണഘടനയുടെ അംഗീകാരം രാജ്യത്ത് ജനാധിപത്യത്തിന് തുടക്കം കുറിച്ചു. ഭരണഘടനയാണ് അതിന്റെ പ്രതീകം. BJP സർക്കാർ കഴിഞ്ഞ കാലത്ത് സ്പീക്കറുടെ കസേരയ്ക്ക് സമീപം ചെങ്കോൽ സ്ഥാപിച്ചു. ചെങ്കോലിന് ഹിന്ദിയിൽ രാജദണ്ഡ് എന്നാണ് പറയുക. രാജദണ്ഡ് എന്നാൽ രാജാവിന്റെ വടി എന്നാണ് അർത്ഥം. രാജാക്കന്മാരുടെ കാലത്തിനു ശേഷം നാം സ്വതന്ത്രരായി തീർന്നവരാണ് എന്നാണ് സ്പീക്കർക്ക് അയച്ച കത്തിൽ ചൗധരി വ്യക്തമാക്കിയത്. ഇപ്പോൾ യോഗ്യരായ വോട്ടർമാരായ ഓരോ സ്ത്രീയും പുരുഷനും ഈ രാജ്യം ഭരിക്കാൻ സർക്കാരിനെ തിരഞ്ഞെടുക്കുന്നു. ആ സാഹചര്യത്തിൽ രാജ്യം ഭരിക്കേണ്ടത് ഭരണഘടനയിലാണോ അതോ രാജാവിന്റെ വടികൊണ്ടാണോ? ജനാധിപത്യം സംരക്ഷിക്കാൻ ചെങ്കോൽ മാറ്റി ഭരണഘടനയുടെ പകർപ്പ് സ്ഥാപിക്കണമെന്നും മുൻ ഉത്തർപ്രദേശ് മന്ത്രി ആവശ്യപ്പെട്ടു. മുതിർന്ന കോൺഗ്രസ് നേതാവും MP-യുമായ B മാണിക്കം ടാഗോറും ചെങ്കോൽ തർക്കത്തിൽ സമാജ്വാദി പാർട്ടി MP-യെ പിന്തുണച്ചു. ചെങ്കോൽ രാജഭരണകാലത്തിന്റെ പ്രതീകമാണ്. ആ കാലം അവസാനിച്ചെന്ന് നമുക്ക് വ്യക്തമാണ്. ജനകീയ ജനാധിപത്യത്തെയും ഭരണഘടനയെയുമാണ് നമ്മൾ ആഘോഷിക്കേണ്ടതെന്നും മാണിക്യം ടാഗോറും വ്യക്തമാക്കി. ചൗധരിയുടെ ആവശ്യത്തെ RJD MP-യും ലാലു പ്രസാദ് യാദവിന്റെ മകളുമായ മിസ ഭാരതിയും പിന്തുണച്ചു. ഇത് ആവശ്യപ്പെട്ടത് ആരായാലും ഞാൻ അതിനെ സ്വാഗതം ചെയ്യുന്നു എന്നാണ് അവർ പറഞ്ഞത്. അതേസമയം സംഭവത്തിൽ തിരിച്ചടിച്ച് BJP-യും രംഗത്ത് വന്നു. സമാജ്വാദി പാർട്ടി നേരത്തെ രാമചരിത മാനസിനെ ആക്രമിക്കുകയും ദുരുപയോഗം ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ ഇന്ത്യൻ സംസ്കാരത്തിന്റെയും പ്രത്യേകിച്ച് തമിഴ് സംസ്കാരത്തിന്റെയും ഭാഗമായ ചെങ്കോലിനെയും അവഹേളിക്കുന്നു. ഇതിനെ പിന്തുണയ്ക്കുന്നുണ്ടോ എന്ന് DMK വ്യക്തമാക്കണമെന്ന് BJP ആവശ്യപ്പെട്ടു. 18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിന് പാർലമെന്റിലെത്തിയ രാഷ്ട്രപതിയെ സ്വീകരിക്കുന്നതിൽ ചെങ്കോലും മുഖ്യ പങ്ക് വഹിച്ചിരുന്നു. പാർലമെന്റ് കവാടത്തിന് മുന്നിൽ വെച്ച് ചെങ്കോൽ പിടിച്ച സേവകന്റെ അകമ്പടിയോടെയാണ് രാഷ്ട്രപതിയെ സ്വീകരിച്ചത്. പ്രധാനമന്ത്രിയും ഉപരാഷ്ട്രപതിയും സ്പീക്കറും ചടങ്ങിന്റെ ഭാഗമായി. രാഷ്ട്രപതി സ്പീക്കറുടെ കസേരയിൽ ഇരുന്നപ്പോൾ ചെങ്കോൽ ഇരിപ്പിടത്തിന് മുന്നിലായി സ്ഥാപിക്കുകയും ചെയ്തു. ഇത്തരം കോപ്രായങ്ങളൊന്നും ജനായത്ത വ്യവസ്ഥയിൽ അനുവദനീയമല്ലെന്ന് പ്രതിപക്ഷം ഉറക്കെ പറഞ്ഞതോടെ വെട്ടിലായിരിക്കുകയാണ് BJP. തമിഴ്നാടിന്റെ പേരിൽ വികാരമുയർത്തി പ്രതിപക്ഷ നിരയിൽ ഭിന്നിപ്പുണ്ടാക്കാനുള്ള ദുർബല ശ്രമവും ഇതിനിടയിൽ അവർ നടത്തി. സനാതന ധർമ്മത്തെ തന്നെ തള്ളിക്കളയുന്ന DMK ആ ചൂണ്ടയിൽ കൊത്തുമെന്ന് തോന്നുന്നില്ല. ജനങ്ങളുടെ രാജ്യമാണോ രാജാവിന്റെ രാജ്യമാണോ ഇന്ത്യ എന്ന ചോദ്യം പ്രതിപക്ഷം രാഷ്ട്രീയവും നിയമപരവുമായി ശക്തമായി ഉയർത്തിയാൽ BJP വെള്ളം കുടിക്കുമെന്നുറപ്പ്.